2 കൊരിന്ത്യർ ലേഖനത്തിലെ അവസാനത്തെ വാക്യം, പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മയും, ഫെലോഷിപ്പ് വിത്ത് ദ ഹോളി സ്പിരിറ്റ്, ദൈവത്തിൻ്റെ ആത്മാവുമായിട്ടുള്ള കൂട്ടായ്മ. നിങ്ങൾ മനസ്സിലാക്കുക, നമ്മളെ ദൈവം വിളിച്ചത് ഒരു മതത്തിലേക്കല്ല, നമ്മളെ ദൈവം വിളിച്ചത് ഒരു കൂട്ടായ്മയിലേക്കാണ്. 1 കൊരിന്ത്യർ 1-ാം അധ്യായം 9-ാമത്തെ വചനം, നിങ്ങളെ വിളിച്ചത് ഒരു മതത്തിലേക്കല്ല, നിങ്ങളെ വിളിച്ചത് ഒരു ഇസത്തിലേക്കല്ല, നിങ്ങളെ വിളിച്ചത് ഒരു കൂട്ടായ്മയിലേക്കാണ്. ഏത് കൂട്ടായ്മയാണ്? നമ്മുടെ കർത്താവായ യേശുവുമായിട്ടുള്ള കൂട്ടായ്മ. അപ്പം നിങ്ങൾ ചോദിക്കും, പാസ്റ്ററെ കുറച്ച് മുമ്പേ പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മ എന്നല്ലേ വായിച്ചത്, ഇപ്പം യേശുവിൻ്റെ കൂട്ടായ്മ എന്ന് പറയുമ്പോൾ എങ്ങനെ രണ്ടും തമ്മിൽ ബന്ധപ്പെട്ടിരിക്കുന്നത്? മനസ്സിലാക്കണം, കൃപ എന്നാൽ ഒരു എക്സ്പീരിയൻസ് ആണ്. ഇപ്പോൾ ഒരാൾ നിങ്ങളോട് കൃപ കാണിച്ചു എന്ന് പറഞ്ഞാൽ കൃപ എന്ന് എഴുതിയിട്ട് ഇങ്ങനെ കാണിച്ചു എന്നാണ്. എന്തോ ഒരു അനുഭവമാണ്. നിങ്ങൾക്ക് ആ ആൾ എന്നോട് കൃപ ചെയ്തു എന്ന് പറഞ്ഞാൽ അതൊരു അനുഭവമാണ്. ഇനി സ്നേഹം എന്ന് പറഞ്ഞാൽ എന്താണ്? സ്നേഹം ഒരു ആശയമല്ല, സ്നേഹം ഒരു അനുഭവമാണ്. നിങ്ങൾക്ക് സ്നേഹത്തെ എഴുതി കാണിക്കാൻ ഒക്കത്തില്ല, എഴുതി ഫലിപ്പിക്കാൻ ഒക്കത്തില്ല. സ്നേഹം അനുഭവിക്കണം. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹം അതൊരു അനുഭവമാണ്. പുത്രൻ്റെ കൃപ അതൊരു അനുഭവമാണ്. ഈ അനുഭവങ്ങളെല്ലാം നിങ്ങളുടെ ജീവിതത്തിൽ യാഥാർത്ഥ്യമാകുന്നത് പരിശുദ്ധാത്മാവുമായിട്ടുള്ള കൂട്ടായ്മയിലാണ്. പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മയിലാണ് പിതാവിൻ്റെ സ്നേഹം നിങ്ങൾക്ക് യാഥാർത്ഥ്യമായി തീരുന്നത്. പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മയിലാണ് പുത്രൻ്റെ കൃപ എന്ന് പറഞ്ഞാൽ, യേശു കാൽവറിയിൽ മരിച്ചു. ഇപ്പം പല ആളുകൾ, രാഷ്ട്രീയ നേതാക്കന്മാരും മറ്റിതര മതത്തിൻ്റെ നേതാക്കന്മാരും ഒക്കെ യേശുദേവൻ നമുക്ക് കാൽവറിയിൽ മരിച്ചതിൻ്റെ ഓർമ്മയ്ക്ക് ഈസ്റ്റർ ദിനാശംസകൾ, അടുത്ത സിനിമ 5 മിനിറ്റിനുള്ളിൽ അങ്ങനെ കാണിക്കുന്നത് കണ്ടിട്ടില്ല. അവർക്കൊന്നും പുത്രൻ്റെ കൃപ എന്ന് പറഞ്ഞത് എന്താണെന്ന് മനസ്സിലായില്ല. എന്നാൽ പരിശുദ്ധാത്മാവ് ഒരാടമേൽ വരുമ്പോൾ, ഇത്രയും അധമനായ എനിക്ക് വേണ്ടി യേശു കാൽവറിയിൽ അവസാനത്തെ തുള്ളി രക്തവും ചിന്തിയല്ലോ എന്ന യാഥാർത്ഥ്യം നിങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെട്ടു വരും. പിതാവിൻ്റെ സ്നേഹം റിയൽ ആകുന്നത് ഹോളി സ്പിരിറ്റുമായിട്ട് ഫെലോഷിപ്പ് ചെയ്യുമ്പോഴാണ്.